അങ്ങനെ ശ്രീരാമനും ഹനുമാനും വാനരസേനയും കൂടി മൊത്തം കാട്ട് പരതി. അങ്ങനെ അവർക്ക് മനസ്സിലായി കടല് കടന്നിട്ടാണ് സീതാദേവിനെ കൊണ്ടുപോയിട്ടുള്ളതെന്ന്. ഹനുമാൻജിന് ഭയങ്കര പവർ ഉപയോഗിച്ച് കടല് കടന്ന് ശ്രീലങ്കയിൽ പോയി. അവിടെ അശോക് വാട്ടിക്ക എന്ന് പറഞ്ഞ ഗാർഡനിൽ സീതാദേവിനെ കണ്ടു. സീതാദേവിനോട് പറഞ്ഞു, ദേവി എന്റെ ഷോൾഡറിൽ ഇരുന്നോളൂ, ഞാൻ പറന്ന് ശ്രീരാമന്റെ അടുത്ത് കൊണ്ടുപോകാൻ. അപ്പൊ സീതാദേവി പറഞ്ഞു, ഇല്ല, എന്നെ വേറൊരു പുരുഷൻ തൊടില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സീതാദേവിനെ കണ്ടു എന്ന പ്രൂവിന് വേണ്ടി സീതാദേവി അവരെ മോതിരം ഹനുമാന് കൊടുത്തു. സീതാദേവിനെ കിഡ്നാപ്പ് ചെയ്ത ദേഷ്യം കൊണ്ട് ഹനുമാൻജി എന്ത് ചെയ്തു, അശോക് വാട്ടിക്കയിലുള്ള ചുറ്റുമുള്ള സ്ഥലം ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്തു. അതറിഞ്ഞ് രാവണൻ ഹനുമാൻജിനെ ക്യാപ്ചർ ചെയ്തിട്ട് വാലിന് തീ കൊടുക്കാൻ പറഞ്ഞു. വാലിന് തീ കൊടുത്തപ്പോഴ ഹനുമാൻജിനെ പവർ കാണിച്ചു. ഹനുമാൻജി പെട്ടെന്ന് മാസീവായിട്ട് വലുതായിട്ട് ഈ തീയുള്ള ഈ വാലില്ല ഇതിനെ കൊണ്ട് ഫുൾ ലങ്ക കത്തിച്ചു. എന്നിട്ട് കടലിൽ പോയി ആ തീ അണിച്ച് ശ്രീരാമന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. എന്നിട്ട് ഈ മോതിരം കൊടുത്തിട്ട് പറഞ്ഞു, സീതാദേവി അശോക് വാട്ടിക്കയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇനി കടല് കടക്ക് എങ്ങനെയാണ് ഉള്ളൊരു ഡിസിഷനിലെത്തി, എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു ഡിസിഷനിലെത്തി. അതായത് രാമസേതു എന്ന് പറഞ്ഞൊരു എന്താ പറയുക പാലം ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി.